തിരുവനന്തപുരം നെയ്യാറ്റിൻകര വണ്ടിച്ചിറ പാലം നവീകരിച്ചു നൽകണമെന്ന ആവശ്യത്തിന് നേരെ കണ്ണടച്ച് അധികൃതർ. കാർഷിക മേഖലയിലേക്കുള്ള ഈ പാലം നവീകരിച്ചു നൽകിയ കർഷകർക്കുൾപ്പെടെ ഏറെ ആശ്വാസമാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ജില്ലയിലെ പ്രധാന കാർഷിക മേഖലകളിലൊന്നായ ചെങ്കൽ, ആറയൂര് പ്രദേശങ്ങളിലെ കൃഷിപ്പാടത്തേക്ക് പോകാനുള്ള പ്രധാന പാലമാണിത്. നെയ്യാറിന്റെ കൈവഴിയായ വണ്ടിച്ചിറ തോടിനു കുറുകെ പോകുന്ന പാലം ഏത് നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ്. കാലപ്പഴക്കവും പുനർനിർമ്മാണങ്ങളിൽ വരുത്തിയ വീഴ്ചയുമാണ് ഈ അവസ്ഥയ്ക്ക് കാരണം. തോടിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് പാലത്തിന്റെ പാർശ്വഭിത്തികളും ബേസ്മെന്റുകളും കടപുഴകി. അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നാളിതുവരെ ഒരുവിധ പരിഹാരങ്ങളും കാണാൻ തയ്യാറായിട്ടില്ലെന്നാണ് ഇവിടെയുള്ള കർഷകർ പറയുന്നത്. കടപുഴങ്ങി നിൽക്കുകയാണ് ഇതിൻ്റെ അടിഭാഗം. ഇനി യാതൊരു ബലവും അതിനില്ല. അതിന് എത്രയും പെട്ടെന്ന് നേരാക്കിയാലേ നമുക്ക് അതിലെ ഉറപ്പായിട്ട് പോകാൻ പറ്റൂ. അല്ലെങ്കിൽ അടുത്ത മഴയത്ത് ജൂൺ ജൂലൈ മാസത്തിലുള്ള മഴയത്ത് ഇത് എന്തായാലും താഴെ വീഴും. അപ്പോൾ ആരെങ്കിലും മരണപ്പെടാനുള്ള സാധ്യതയും ഉണ്ട്. വരാൻ പോകുന്ന കാലവർഷത്തിനു മുൻപ് പാലത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാത്ത പക്ഷം പാലം പോലും കടപുഴകി പോകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതിനൊരു അടിയന്തര പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെയും കർഷകരുടെയും ആവശ്യം. കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയൊരു ഏലയായ ഈ ആറയൂർ ഏലയാണ് ഈ നിൽക്കുന്ന സ്ഥലം. ഈ ആറയൂർ ഏല ബന്ധിപ്പിക്കുന്ന വണ്ടിച്ചിറ തോടാണ്. ഈ തോടിൻ്റെ ഈ കർഷകർ കടന്നു വരുന്ന പാലമാണ് ഈ കാണുന്ന ഒരു പാലം. 150ഓളം കർഷകരുള്ളതും ഈ ഏല വലിയൊരു ഏലയാണ്. ഈ ഏലക്കകത്ത് കർഷകർക്ക് വരണമെങ്കിൽ ഈ വണ്ടിച്ചിറ തോട് കടന്നേ വരാൻ പറ്റൂ. കടന്നു വരണമെന്നുണ്ടെങ്കിൽ ആണ് ഈ പാലം. ഈ പാലത്തിന് ഇത് കണ്ടെങ്കിലും ഇവിടുത്തെ MLAയോ സർക്കാരോ ഇടപെട്ടുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അമിതമായ കൂലി നൽകി തലച്ചുമടായാണ് വളം ഉൾപ്പെടെയുള്ള കാർഷിക സാധനങ്ങൾ കർഷകർ എത്തിക്കുന്നത്. പാലം നവീകരിച്ച് വാഹന സഞ്ചാരയോഗ്യമുള്ളതാക്കി മാറ്റിയാൽ പ്രദേശത്തെ കാർഷിക മേഖലയ്ക്ക് ഒരു മുതൽക്കൂട്ടാകുമെന്നാണ് കർഷകർ പറയുന്നത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.